നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉത്സവാന്തരീക്ഷം തീർത്ത സിസിടിവിയുടെ രജത ജൂബിലി ആഘോഷം. നൃത്ത സംഗീത ഹാസ്യവിരുന്നും കുടുംബസംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളും വർണ്ണാഭമായി. നിരവധി കുടുംബങ്ങൾ കത്താണിയായി മാറുവാൻ സിസിടിവി പോലുള്ള കേബിൾ കൂട്ടായ്മ സംരംഭങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP. സിസിടിവി സിൽവർ ജൂബിലി ആഘോഷം അവിസ്മരണീയമാക്കി കലാവിരുദ്ധ. നൃത്ത സംഗീത പ്രകടനങ്ങളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കാഴ്ചക്കാരുടെ മനം കവർന്നു. സംഗീത വിരുന്നൊരുക്കിയത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കലാകാരന്മാർ. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറായ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. റോഡ് വീതി കൂട്ടി നിർമ്മിച്ചതിന് ശേഷം ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സെന്ററിൽ നടക്കുന്നത്. സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ഉത്സവാന്തരീക്ഷം തീർത്ത സിസിടിവിയുടെ രജത ജൂബിലി ആഘോഷം. നൃത്ത സംഗീത ഹാസ്യവിരുന്നും കുടുംബസംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളും വർണ്ണാഭമായി. പ്രാദേശിക കേബിൾ TV നെറ്റ്വർക്ക് രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന്റെ പുതുഗാഥ രചിച്ച സിസിടിവിയുടെ സിൽവർ ജൂബിലി ആഘോഷം പ്രൗഢമായി. ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആഘോഷ പരിപാടികൾക്ക് കുടുംബസംഗമത്തോടെ തുടക്കമായി. കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ തുടങ്ങിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് നേതാവും മുൻ തൃത്താല MLAയുമായ VT ബൽറാം, പാണ്ടിമേളത്തിൽ വിസ്മയം തീർക്കുന്ന വാദ്യരംഗത്തെ കുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും CCTV ജീവനക്കാരുടെയും വൈവിധ്യമേറിയ കലാപരിപാടികൾ അരങ്ങ് തകർത്തു. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. സംഘാടക സമിതി ചെയർമാൻ KC ജോൺസൺ സ്വാഗതവും CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ചേർന്ന സിൽവർ ജൂബിലി പൊതുസമ്മേളനത്തിൽ വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് രജത ജൂബിലിയുടെ സൂചകമായി 25 ചിരാതുകളിൽ തിരിതെളിയിച്ചു. ന്യൂസ് മലയാളം 24/7 മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ തന്നെ മലയാളം ചാനലുകൾ ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് കേബിളെല്ലാം വലിച്ച് വീടുകളിൽ എത്തിച്ച് തുടങ്ങിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. പിന്നീട് ഓപ്പറേറ്റർമാരെ മൊത്തത്തിൽ ഓരോ പ്രദേശത്തെയും ഓപ്പറേറ്റർമാരെ കൂട്ടായ്മയുണ്ടാക്കി അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ കൂട്ടായ്മകളിൽ ഒന്നാണ് CCTV. ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. ചിതറിക്കിടന്നിരുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ പ്രാദേശിക ചാനലുകൾക്ക് രൂപം കൊടുത്തു. ഘട്ടം ഘട്ടമായി ചാനലുകളുടെ എണ്ണം കൂട്ടി. ഇന്ന് 500-ഓളം ചാനലുകളുണ്ട്. ഏതാണ്ട് 50ഓളം മലയാളം ചാനലുകൾ തന്നെയുണ്ട്. 10-15ഓളം സ്പോർട്സ് ചാനലുകൾ, വിവിധ കാറ്റഗറിയിലുള്ള ചാനലുകൾ. അതെല്ലാം ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള സർവീസ് കൊടുത്തു. ഇവിടെ സൂചിപ്പിച്ചു, ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്നത് വലിയ വലിയ കോർപ്പറേറ്റുകളാണ്. അതിലൊന്ന് കേരളത്തിലേക്ക് മലയാളികളുടേത് എന്ന് തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഏഷ്യാനെറ്റ്. CCTV കൂട്ടായ്മയുടെയും ഇച്ഛാശക്തിയുടെയും വിജയകരമായ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
കേബിൾ ടിവിയുമായി ബന്ധപ്പെട്ട വിവിധ സംരംഭ കൂട്ടായ്മകളുടെയും സംഘടനയുടെയും ചാലകശക്തിയായി മാറുവാൻ കഴിഞ്ഞ സംഘമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നിന്ന് തുടക്കം കുറിച്ചത്. പിന്നീട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപം കൊണ്ടു. പിന്നീട് അത് ജില്ലാതല രൂപം കൊണ്ടു. നമുക്കറിയാം, ഇവിടെ ജോൺസേട്ടനെ പോലുള്ള ആളുകൾ CCTVക്ക് മാത്രമല്ല രൂപം കൊടുത്തത്. തൃശ്ശൂർ ജില്ലയിലെ TCV, ഇപ്പോൾ അത് കേരള വിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും, അതിന് രൂപം കൊടുത്തു. പിന്നീട് സംസ്ഥാനത്തൊട്ടുക്ക് കേരള വിഷൻ എന്ന മഹത്തായ ശൃംഖലയ്ക്ക് രൂപം കൊടുത്തു. അങ്ങനെ കേരളം ഒട്ടുക്കും കേബിൾ TV രംഗത്ത് കൊടുത്തു. കുന്നംകുളം നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായി. സിൽവർ ജൂബിലിയുടെ ഭാഗമായ സുവനീർ, തീം സോങ്, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദൃശ്യാവിഷ്കാരം എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 ടീമിന്റെ സംഗീത വിരുന്ന്, ഐശ്വര്യലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്തവിസ്മയം, ഹാസ്യതാരങ്ങളുടെ പ്രകടനങ്ങൾ എന്നിവയാൽ കലാവിരുന്ന് അവിസ്മരണീയമായി. ചടങ്ങിനെ സംഘാടക സമിതി ജനറൽ കൺവീനർ KT സഹദേവൻ സ്വാഗതവും വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TV ജോൺസൺ നന്ദിയും പറഞ്ഞു. നിരവധി കുടുംബങ്ങൾ കത്താണിയായി മാറുവാൻ CCTV പോലുള്ള കേബിൾ കൂട്ടായ്മ സംരംഭങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് K. രാധാകൃഷ്ണൻ MP. CCTV സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി പേർ കേബിൾ TV മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുത്തകകളെല്ലാം വെട്ടിപ്പിടിക്കുന്ന കാലത്ത് ജനകീയ ബദലിന് സാധ്യതയുണ്ടെന്ന് തെളിയിച്ചവരാണ് പ്രാദേശിക കേബിൾ TV കൂട്ടായ്മകളെന്നും MP പറഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന വാർത്തകൾ നൽകുക മാത്രമല്ല, ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാനും CCTVക്ക് സാധിച്ചിട്ടുണ്ട്. നാടിന്റെ വികസനത്തിനു വേണ്ടി മാധ്യമങ്ങൾ പ്രവർത്തിക്കണം. അധികാര കേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ആക്ഷേപപരമായ വാർത്തകൾ നൽകുമ്പോൾ കൃത്യമായ വസ്തുത പരിശോധന നടത്തണമെന്നും സമൂഹത്തിന് ഗുണപരമായ വാർത്തകൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും പുതിയ തലമുറയെ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും K. രാധാകൃഷ്ണൻ MP കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, നമ്മുടെ മെയിൻ മീഡിയാസ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട മുകൾ തട്ടിലുള്ള കാര്യങ്ങളായിരുന്നു. അത് വേണ്ടത്ര പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുക. CCTV അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേഷൻ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചതോടുകൂടി വലിയ രീതിയിലാണ് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വികസന രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുൻപിലേക്ക്, അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് CCTVയും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക ചാനലുകൾക്കെല്ലാം വഹിച്ച പങ്ക് ഏറ്റവും വലുതാണ്. പ്രാദേശിക വികസനത്തോടൊപ്പം തന്നെ മറ്റ് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ദൃശ്യമാധ്യമ രംഗങ്ങളിലെല്ലാം തന്നെ അത് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. എപ്പോഴും നാം ഉയർത്തുന്ന വാർത്തകൾ അത് സമൂഹത്തിന് ഗുണപരമായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. എന്തെങ്കിലും വാർത്ത സൃഷ്ടിച്ചു വിടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിന് ഗുണപരമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. ആടിപ്പാടിയ ആഘോഷരാവ് CCTV രജത ജൂബിലി വേദിയിൽ അരങ്ങേറിയത് നൃത്ത സംഗീത പ്രകടനങ്ങളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങളാണ്. കുടുംബസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു ശേഷം CCTV ഓഫീസ് ജീവനക്കാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ ലഹരി അരുതേ അരുതേ ലഹരി തരുതേ, ജീവിതമാട്ടേ നമ്മുടെ ലഹരി വേണം വേണം ജീവിത ലഹരി, വേണ്ടേ വേണ്ട മാലകലഹരി വേണം. പ്രകൃതിയും വികൃതിയും സ്വരങ്ങൾ കുരുന്നുഗായകരും കവിതാലാപനവും ക്ലാസിക് സിനിമാറ്റിക് ഡാൻസുമെല്ലാം നിറഞ്ഞ സദസ്സിനു മുന്നിൽ അരങ്ങേറി. മോർമകളെ
ഗണപതിം മനസാ സ്മരാമി വസിഷ്ഠമാമതി ജാനകി ജാനേ പൊതുസമ്മേളനത്തിനു ശേഷം ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 ടീമിന്റെ ലൈവ് അറ്റ് കുന്നംകുളം സംഗീത വിരുന്നിന് തുടക്കമായി. പ്രേക്ഷകരുടെ പ്രിയ ഗായകരെ സദസ്സ് ഹർഷാരവങ്ങളോടെ എതിരേറ്റു. ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയിൽ സ്വരമാധുരിയോടെ മെലഡി ഫാസ്റ്റ് ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേള അരങ്ങു തകർത്തു. ഗിന്നസ് ഷാലിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഹാസ്യപരിപാടി സദസ്സിൽ ചിരിയുണർത്തി. പണിയില്ലാത്ത ദിവസം പോയി കഴിഞ്ഞാൽ അവള് പറയും പൊക്കോ, പോയിട്ട് ഇനി കള്ളു കുടിച്ചിട്ട് 4 കാലം കയറുക. ഞാൻ കേൾക്കല്ലേ, പ്രോത്സാഹനല്ലേ, ഞാൻ വീണ്ടും കുടിക്കും. ചേട്ടാ അത് പ്രോത്സാഹിപ്പിക്കണതല്ല, ദേഷ്യം കൊണ്ട് പറയണതാണ്. ചേട്ടൻ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടി പറയണതാണ്. എന്തൊരു കഷ്ടം. കാലടി സംസ്കൃത സർവകലാശാല BA ഭരതനാട്യം വിദ്യാർത്ഥിനി ഐശ്വര്യ ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച വ്യത്യസ്ത നൃത്ത പരിപാടികളും അരങ്ങേറി. പ്രൗഢമായ ചടങ്ങിൽ പ്രകാശന ചടങ്ങ്. CCTVയുടെ വളർച്ചയുടെ ചരിത്രവും വഴിത്താരകളും അടയാളപ്പെടുത്തുന്ന സുവനീർ, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ദൃശ്യാവിഷ്കാരം, സിൽവർ ജൂബിലി തീം സോങ് എന്നിവയുടെ പ്രകാശനം രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ നടന്നു. CCTVയുടെ 25 വർഷത്തെ ചരിത്രവും നാൾവഴികളും വിവിധ മേഖലയിലുള്ളവരുടെ ആശംസകളും സൃഷ്ടികളും കോർത്തിണക്കി പുറത്തിറക്കിയ ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സുവനീറിന്റെ പ്രകാശനം സിനിമാ നിരൂപകൻ K. മോഹൻദാസ്, കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ജീവിതമാണ് ലഹരി എന്ന പ്രമേയത്തിൽ കവി അനിൽ കൃഷ്ണൻ അരിയന്നൂർ എഴുതിയ വരികളുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനം അക്ഷരശ്ലോക വിദഗ്ധൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ആധുനിക ലോകത്തിൽ ലഹരി നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്ന ലഹരി പോലെയല്ല. നമ്മൾ ബീഡി വലിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതൊക്കെ ലഹരിയായിട്ട് കണ്ടിരുന്ന ഒരു തലമുറയിൽ നിന്നാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആധുനികമായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ ലഹരിയുടെ ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള കവിതാ കർത്താവായിട്ട് എൻ്റെ മകൻ വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അതിന് ഒരു വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി CCTV ഒരു വേദിയായി എന്നുള്ളത് അതിലും അഭിമാനകരമാണ്. അണിയറ പ്രവർത്തകരായ സംവിധായകനും കേബിൾ TV ഓപ്പറേറ്ററുമായ ബാബു നാസർ, ഗായിക സംയുക്ത, നൃത്താവിഷ്കാരം നടത്തിയ കൂനമുച്ചി കലാക്ഷേത്ര ഐശ്വര്യ, അനന്യ, പാർവതി എന്നിവരെ SC/ST കമ്മീഷൻ അംഗവും കേരള കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗവുമായ TK വാസു മൊമന്റോ നൽകി ആദരിച്ചു. CCTVയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ എഴുതിയ വരികൾക്ക് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ നിഖിൽ പ്രഭ സംഗീതം നൽകി ആലപിച്ച തീം സോങ്ങിന്റെ പ്രകാശനം COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു.
കിഴക്ക് പാണ്ടി മലയാള മണ്ണ് പാലക്കാടിനതിര് തെക്കേ അതിരില തൃശ്ശിവപ്പെരു തീരം പടിഞ്ഞാറ് ചാവക്കാട് കുന്നംകുളം ഇതു നാട് കുന്നംകുളം ഇതു നാട്. തുടർന്ന് നിഖിൽ പ്രഭയെ അദ്ദേഹം മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ഫ്ലവേഴ്സ് ചാനലിന്റെ ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോ സീസൺ 4 ഫൈനലിലെ കുട്ടി ഗായിക VS കൃഷ്ണയെ ന്യൂസ് മലയാളം ചാനൽ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. തുടർന്ന് നിഖിൽ പ്രഭയുടെ ഗാനാലാപനവും ഉണ്ടായി. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ 20ാം വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10 മണി മുതൽ CCTV കോൺഫറൻസ് ഹാളിലാണ് യോഗം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KV രാജൻ ഉദ്ഘാടനം ചെയ്യും. CCTV ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷനാകും. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പ്രവർത്തന റിപ്പോർട്ടും ഫിനാൻസ് ഡയറക്ടർ KR അനന്തരാമൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും. കമ്പനിയുടെ വളർച്ചയും വെല്ലുവിളികളും പുതിയ പ്രവർത്തന പദ്ധതികളും സംബന്ധിച്ച വിശദമായ ചർച്ചകളും ചർച്ചയ്ക്ക് മറുപടിയും ഉണ്ടാകും. പുതിയ ഭരണസമിതി അംഗങ്ങളെ വാർഷിക യോഗം തെരഞ്ഞെടുക്കും. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KC ജോസ് സ്വാഗതവും KM എഡ്വിൻ നന്ദിയും പറയും. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറായ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 അപകടം. കുന്നംകുളം പാർക്കിലെ ഓട്ടോ ഡ്രൈവറാണ് വിഷ്ണു. ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കേച്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിഷ്ണുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. റോഡ് വീതി കൂട്ടി നിർമ്മിച്ചതിനു ശേഷം ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സെന്ററിൽ നടക്കുന്നത്. നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് പന്നിത്തടം സെന്ററിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡിൽ പുനരുദ്ധാരണം നടത്തിയ പഴയങ്ങാടി കുളത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CF ജോയ്, ക്ഷേമകാര്യ അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ, വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, പഞ്ചായത്ത് അംഗം ബിന്ദു ശർമ്മ എന്നിവർ സംസാരിച്ചു. കുളവും അതിനോട് ചേർന്നുള്ള സ്ഥലവും കൂടി 29 സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയ കൊള്ളന്നൂർ സേവിയെയും സഹോദരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂരിൽ ഓട്ടോ തൊഴിലാളികൾ ശനിയാഴ്ച മുതൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെട്ടതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഔട്ടർ റിംഗ് റോഡിൽ ഓട്ടോകൾക്ക് ഏർപ്പെടുത്തിയ വൺവേ പിൻവലിച്ചതായി പോലീസ് അറിയിച്ചു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ചർച്ച നടത്തിയ ശേഷമേ ഇപ്പോഴത്തെ ട്രാഫിക് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുകയുള്ളൂ. ഓട്ടോകൾ ഞായറാഴ്ച ഉച്ച മുതൽ സർവീസ് നടത്തി തുടങ്ങി. കുന്നംകുളം നഗരസഭ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ആധുനിക സംവിധാനങ്ങളോടെ ചകിരി സംസ്കരണ ബേബി ഫൈബർ ഗാർഡൻ പോട്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കുടുംബശ്രീ വനിതാ ഘടക പദ്ധതിയിൽ 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് നഗരസഭ പദ്ധതി ആരംഭിച്ചത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ AS സനൽ, സെക്രട്ടറി KK മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ കുന്നംകുളം നഗരസഭ 2020 ചകിരി സംസ്കരണ യൂണിറ്റ് ഗ്രീൻ പാർക്കിൽ ആരംഭിച്ചത്. ജൈവമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം ഡീഫൈബറിംഗ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ചകിരിനാരുകൾ കയറ്റി അയക്കുന്ന പ്രവർത്തനമാണ് നടത്തിവന്നിരുന്നത്. കയറ്റി അയക്കാതെ ബാക്കി വരുന്ന ബേബി ഫൈബർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവാതെ വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് അതുകൊണ്ട് ഗാർഡൻ പോട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ബേബി ഫൈബർ ഉണക്കിയെടുത്ത് ലാറ്റക്സ് മിശ്രിതവുമായി ചേർത്ത് വീണ്ടും ഉണക്കിയെടുത്താണ് ചട്ടികൾ ഉണ്ടാക്കുന്നത്. യന്ത്രസഹായത്തോടെ വിവിധ തരത്തിലുള്ളതും വിവിധ അളവിലുള്ളതുമായ ഗാർഡൻ പോട്ടുകൾ നിർമ്മിക്കാനുള്ള സംവിധാനമാണ് ഗ്രീൻ പാർക്കിലെ പോട്ട് നിർമ്മാണ യൂണിറ്റിൽ ഉള്ളത്. ഡീഫൈബറിംഗ് യൂണിറ്റായ ഹരിതയിലെ 5 പേരാണ് ഗാർഡൻ പോട്ട് യൂണിറ്റിലുള്ളത്. ആലപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് നഗരസഭ ആധുനിക സംവിധാനത്തോടെയുള്ള മെഷീൻ വാങ്ങിയിട്ടുള്ളത്. മികച്ച പരിശീലനത്തെ തുടർന്നാണ് ഗാർഡൻ പോട്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്.
ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രക്കുളങ്ങൾ ഉൾപ്പെടെ പൊതുകുളങ്ങളിലേക്കുള്ള പ്രവേശന നിരോധനം പിൻവലിച്ചു. അമീബിക് മസ്തിഷ്കജ്വര രോഗബാധയുണ്ടായതിനെ തുടർന്നുള്ള ആശങ്കയ്ക്കിടെയാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം കുളങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നത്. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ കുളങ്ങളിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. തായങ്കാവ് മേഖലയിൽ 2 പേർക്ക് മസ്തിഷ്കജ്വരം ബാധിച്ചിരുന്നു. ഇവർ രോഗമുക്തി നേടിയെങ്കിലും അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. കുളങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം ലഭിച്ചതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമായതോടെയാണ് കരുതൽ നടപടിയെന്ന നിലയിൽ ഏർപ്പെടുത്തിയ പ്രവേശന നിരോധനം പിൻവലിച്ചത്. പോർക്കുളം മാർ ആദായ് ശ്ലീഹ പള്ളിപ്പെരുന്നാൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ആഘോഷിക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, തുടർന്ന് കൊടിയും കുരിശുമായി പ്രദക്ഷിണം, രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പും ഉണ്ടാകും. ബുധനാഴ്ച രാവിലെ സിറിൽ മാർ ബസേലിയോസ് മുഖ്യ കാർമ്മികനായി കുർബാന അർപ്പിക്കും. വൈകിട്ട് പ്രദക്ഷിണവും പൊതുസദ്യയും ഉണ്ടാകും. കടങ്ങോട് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം പാർട്ടി പരിപാടിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതായി പരാതി. ഞായറാഴ്ച വെള്ളറക്കാട് നടന്ന CPM ജാഥയിൽ പങ്കെടുക്കുവാൻ പഞ്ചായത്ത് വാഹനത്തിൽ വന്നിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പാർട്ടി പ്രവർത്തകരെയും വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി MS നൌഷാദാണ് ദൃശ്യങ്ങൾ സഹിതം തദ്ദേശ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയത്. അന്നേ ദിവസം പലതവണ പാർട്ടി പ്രവർത്തകരെ പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനു മുമ്പും സ്വന്തം കാര്യത്തിനും പാർട്ടി പരിപാടികൾക്കും സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. പാവപ്പെട്ടവരുടെ റേഷന് ആനുകൂല്യമായ BPL കാർഡ് അനധികൃതമായി കൈവശം വെച്ചതിന് പ്രസിഡന്റ് പിഴ അടച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിൽ നിരന്തരമായി അധികാര ദുർവിനിയോഗം ചെയ്യുന്ന പ്രസിഡന്റ് മീന സാജൻ രാജിവെക്കണമെന്നും MS നൌഷാദ് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ 12ാം വാർഡിൽ അങ്ങാടിത്താഴം ജുമാ മസ്ജിദ് പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ MLAയുടെ 2024-25 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. നഗരസഭാ കൌൺസിലർ PK നൌഫൽ, വാർഡ് കൌൺസിലർ മുനീറ അഷ്റഫ്, ഷൈമ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴൂർ വെർണാക്കുലർ LP സ്കൂൾ, അഞ്ഞൂർകുന്ന് ജോബ് മെമ്മോറിയൽ സ്കൂൾ എന്നിവിടങ്ങളിൽ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു നൽകിയ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി. രണ്ടിടങ്ങളിലും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. 9,10,000 രൂപ ചെലവഴിച്ച് 287 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ ഫണ്ട് 7,55,300 രൂപയും സ്കൂളിന്റെ ഗുണഭോക്തൃവിഹിതമായി 1,54,700 രൂപയുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. 5 ശൗചാലയം, 5 മൂത്രപ്പുര, ഭിന്നശേഷി സൗഹൃദ റാമ്പ് എന്നിവയാണ് ടോയ്ലറ്റ് ബ്ലോക്കിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ ചുമതല വഹിച്ചത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. വിവിധ ചടങ്ങുകളിലായി സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ പുഷ്പ മുരളി, ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ് മുഹമ്മദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ, വെർണാക്കുലർ സ്കൂൾ മാനേജർ VK സുരേഷ് കുമാർ, പ്രധാനാധ്യാപിക സുമീസ് കറിയ, ജോബ് മെമ്മോറിയൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ഷെമിലാൽ, KA അസീസ്, BRC പ്രതിനിധി CC ഷെറി തുടങ്ങിയവർ പങ്കെടുത്തു. കിഴൂർ വെർണാക്കുലർ സ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തു. അഞ്ഞൂർകുന്ന് ജോബ് മെമ്മോറിയൽ സ്കൂളിൽ സംസ്ഥാന സർക്കാർ വിഹിതത്തിൽ നിന്നും ലഭിച്ച കായിക ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. പുന്നേർകുളം അണ്ടത്തോട് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണവുമായി സ്ഥലത്തെത്തിയ ഇറിഗേഷൻ കുന്നംകുളം സെക്ഷൻ ഓവർസിയറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 4 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ടത്തോട് ബീച്ച് റോഡിൽ കൊപ്പര വീട്ടിൽ മുജീബ് റഹ്മാൻ, പെരിയമ്പലം ആലിമിൻ്റകത്ത് സൈനുൽ ആബിദ്, എടക്കഴിയൂർ കൊളപ്പറമ്പിൽ സൈഫുദ്ദീൻ, പഞ്ചവടി താനപ്പറമ്പിൽ അബൂബക്കർ എന്നിവരെയാണ് വടക്കേക്കാട് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. അണ്ടത്തോട് ബീച്ചിൽ കരിങ്കല്ലുമായി എത്തിയ ലോറി മുജീബ് തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ഇവർ എത്തിയ കാറിന്റെ ചിത്രം ഇറിഗേഷൻ ഓവർസിയർ എഡ്വിൻ വർഗീസ് മൊബൈലിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇറിഗേഷൻ ഓവർസിയറെ കോളറിൽ പിടിച്ച് തള്ളുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചുവാങ്ങി ചിത്രങ്ങൾ മായ്ക്കുകയും ചെയ്തു എന്നാണ് പരാതി. അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കി.
AD 52 വിശുദ്ധ മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക ദിനം ആഘോഷിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ ഇടവകയിലെ വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തീകരിച്ച ദമ്പതികളെയും കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയായി ചുമതലയേറ്റ ഫാദർ സ്റ്റീഫൻ ജോർജിനെയും ആദരിച്ചു. ആദ്യ ബലശേഖരണവും പൊതുലേലവും വിനോദ മത്സര പരിപാടികളും കുടുംബസമ്മേളനവും സമ്മാനദാനവും നടന്നു. കുടുംബസമ്മേളനം കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഏലിയാസ്, വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി CI റിജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. മമ്മിയൂർ LF കോൺവെന്റ് UP സ്കൂളിൽ പേവിഷബാധ നിയന്ത്രണം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. മൃഗസംരക്ഷണ വകുപ്പ് മിഷൻ റൈബീസ് എന്ന സംഘടനയുമായി സഹകരിച്ച് 15 വയസ്സിന് താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. റൈബീസ് ഫ്രീ കേരളയുടെ തൃശൂർ ജില്ലാ ഓഫീസർ CR രാജേഷ് ക്ലാസ് നയിച്ചു. 2030 വർഷമാകുമ്പോഴേക്കും പേവിഷ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സിമി മരിയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശില്പ നന്ദിയും പറഞ്ഞു. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ ഏകദിന അഭിനയ പരിശീലന കളരി സംഘടിപ്പിക്കുന്നു. ലോകപ്രശസ്ത നാടക കലാകാരൻ യുജീനോ ബാർബയുടെ ശിഷ്യനായ ജോസഫ് ജോണിന്റെ നേതൃത്വത്തിലുള്ള ബാംഗ്ലൂർ ജോ ആക്ടുമായി സഹകരിച്ചാണ് ഭാവരസ എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 2 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിലാണ് അഭിനയ പരിശീലന കളരി നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 54 34 00 70 34 82 55 59 നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും കടവല്ലൂർ മണ്ഡലം കോൺഗ്രസിലെ വിഭാഗീയതയ്ക്ക് പരിഹാരമായില്ല. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. നേതൃത്വത്തിനെതിരെ സമരം നടത്താനും തീരുമാനിച്ചു. ഫൈസലിനെ പുറത്താക്കി 1 മാസം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവും ജില്ലാ നേതൃത്വം നൽകിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് സമരം. അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റിനെ ജില്ലാ നേതൃത്വം പുറത്താക്കിയത്. 10 ദിവസത്തിന് ശേഷം DCC ജനറൽ സെക്രട്ടറി KC ബാബുവിന് താൽക്കാലിക ചുമതല നൽകി. പാർട്ടി പ്രഖ്യാപിച്ച സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാവശ്യപ്പെട്ട് പല യോഗങ്ങളും ഇദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നു. ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടെ KC ബാബു സ്ഥാനമൊഴിഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പർമില്ലാണ് പുതിയ ചുമതല. കടവല്ലൂരിൽ നിലവിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നിശ്ചലമായ സ്ഥിതിയാണ്. AICC ആഹ്വാനം ചെയ്ത വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ, കൂപ്പൺ വിതരണം തുടങ്ങി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തുടങ്ങിയ പരിപാടികളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഗുരുവായൂർ താമരയൂരിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും മോഷണശ്രമം. മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഒരു മോഷ്ടാവിന്റെ ദൃശ്യം CCTVക്ക് ലഭിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നിർമ്മാണ സ്ഥലങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുതുവറയിലെ അടാട്ട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയ CS ഷൈന നഗറിൽ ചേർന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MV ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ED രാജേഷ് രക്തസാക്ഷി പ്രമേയവും KK സജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MG കിരൺ പ്രവർത്തന റിപ്പോർട്ടും C സുധീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KS കൃഷ്ണകുമാർ, PK പുഷ്പകരൻ, സേവ്യർ ചിറ്റലപ്പള്ളി MLA, IK വിഷ്ണുദാസ്, KS സുഭാഷ്, EC ബിജു, KS കൃഷ്ണകുമാർ, CA തോമസ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി MV ഷാജഹാൻ പ്രസിഡന്റ്, സെക്രട്ടറി MG കിരൺ, ട്രഷറർ K മണികണ്ഠൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ നഗരസഭ ഭിന്നശേഷി കലാമേള സർഗോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A സായിനാഥൻ, AM ഷെഫീർ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, ശൈലജ സുധൻ, ICDS സൂപ്പർവൈസർ വസുന്ധരാദേവി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹർഷാദ് എന്നിവർ സംസാരിച്ചു. ഹൃദ്രോഗവും ഹൃദയാഘാതവുമൊക്കെ ഇന്നൊരു സാധാരണ വാക്കായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഇവ മൂലം നഷ്ടപ്പെടുന്ന ജീവനുകളുടെ കണക്കുകളും ആശങ്കപ്പെടുത്തുന്നതാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അവയെ ഫലപ്രദമായി ചെറുക്കുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഹൃദയദിനം ആചരിക്കുന്നത്.
2011 മുതൽ ആചരിച്ചു തുടങ്ങിയ ലോക ഹൃദയ ദിനാചരണത്തിൻ്റെ 25ാം വാർഷികം കൂടിയാണ് ഇത്തവണ. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള മരണത്തിൻ്റെ 31% ഹൃദ്രോഗം മൂലമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തും ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ നിരക്ക് ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഹൃദ്രോഗത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. രക്താതിസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അമിതവണ്ണം, പുകവലിശീലം തുടങ്ങിയവ ഉള്ളവരിൽ കാർഡിയോവാസ്കുലർ സംവിധാനം കാലക്രമേണ തകരാറിലായി തുടങ്ങും. പതിവ് വ്യായാമം, സമീകൃതാഹാരം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം ഉൾപ്പെടുന്ന ആരോഗ്യകരമായ ജീവിതശൈലി ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കും. 35 വയസ്സിന് മുകളിലുള്ളവർ കൃത്യമായ ഇടവേളകളിൽ സ്ക്രീനിംഗ് നടത്തണമെന്നും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. BP, കൊളസ്ട്രോൾ, ലിപിഡ് പ്രൊഫൈൽ, പ്രമേഹം, ECG, എക്കോകാർഡിയോഗ്രാം, സ്ട്രെസ് ടെസ്റ്റ്, കൊറോണറി കാൽസ്യം സ്കോറിംഗ് എന്നിവയാണ് ഹൃദ്രോഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന പരിശോധനകൾ. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നടത്തിയ ദിനാചരണം ആശുപത്രി സെക്രട്ടറി KP സാക്സന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മിനി മോൻസി, ആശുപത്രി ട്രഷറർ മോൻസി എബ്രഹാം എന്നിവർ സംസാരിച്ചു. മലങ്കര ആശുപത്രി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായി. ഗുരുവായൂർ താമരയൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. മെട്രോ ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, നിയാസ് ബക്കർ എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കുടുംബസംഗമം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിവിധ മത്സരങ്ങൾ, സംഗീത വിരുന്ന്, നാടകം എന്നീ കലാപരിപാടികളും അരങ്ങേറി. നഗരസഭാ കൌൺസിലർമാരായ നിഷി പുഷ്പരാജ്, ബിബിത മോഹനൻ, ജനറൽ സെക്രട്ടറി ഗിരീഷ് C. ഗീവർ, ട്രഷറർ ജോബി വാഴപ്പിള്ളി, ജോർജ് തരകൻ, മെട്രോ ലേഡീസ് പ്രസിഡന്റ് അജിത രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവധാര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണവും അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ പരിശീലന ക്ലാസും നടത്തി. സാന്ത്വന പരിചരണം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് KM ഗഫൂർ നേതൃത്വം നൽകി. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെൻസി P. ജോൺ അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ പരിശീലനം നൽകി. പ്രോഗ്രാം സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി അധ്യക്ഷത വഹിച്ചു. ദയ റോയൽ ആശുപത്രി മാനേജർ MG സേതുരാജ്, ഉഷാദേവി, ഷൌക്കത്ത് കടങ്ങോട്, നസീമ ഷക്കീർ എന്നിവർ സംസാരിച്ചു. കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിക്ക് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. നഗരപ്രദേശങ്ങളിൽ തൃശൂർ ജില്ലയിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പാക്കുന്ന CDS ആണ് ചാവക്കാട് നഗരസഭ. സ്നേഹാങ്കണം ഹാപ്പി ഫെസ്റ്റ് ചാവക്കാട് എന്ന പേരിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നഗരസഭ 16-ാം വാർഡിൽ തെക്കഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, ബുഷറ ലത്തീഫ്, ജില്ലാ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ഡോക്ടർ യുമോനിഷ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കുടുംബങ്ങളെ സന്തോഷത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ഓരോ വാർഡിലും 15 മുതൽ 20 വരെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഇടം കൂട്ടായ്മകൾ രൂപീകരിക്കും. വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം, സൗഹൃദപരമായ കുടുംബാന്തരീക്ഷം, സാമ്പത്തിക കാര്യക്ഷമത, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ കൂട്ടായ്മകളിൽ ചർച്ചകൾ നടത്തും. കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം മറ്റ് കുടുംബങ്ങളെയും പദ്ധതിയിൽ പങ്കാളികളാക്കുന്നു എന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത.
കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളിയിലെ പ്രധാന പെരുന്നാളായി ആഘോഷിക്കുന്ന വിശുദ്ധ മത്യാസ് ലീഹായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് കൊടിയേറ്റം നടത്തി. ട്രസ്റ്റി ലിജു ഇട്ടൂപ്പ്, സെക്രട്ടറി MU ബിനുരാജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒക്ടോബർ 3, 4 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. സുരക്ഷാ മുന്നൊരുക്കമില്ലാത്ത അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണം യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും കച്ചവടക്കാരെയും വലയ്ക്കുന്നു. അണ്ടത്തോട് സെന്ററിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലം പണിയാണ് യാതൊരു സുരക്ഷാ മുന്നൊരുക്കവുമില്ലാതെ നടത്തുന്നത്. ഇതുമൂലം ജനം ദുരിതത്തിലാവുകയാണ്. പാലത്തിന്റെ സുരക്ഷാഭിത്തി സ്ഥാപിക്കാത്തതിനാൽ ഞായറാഴ്ച പെയ്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ച് സർവീസ് റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. ശക്തമായ മഴ ഉണ്ടായതോടുകൂടി തൊട്ടടുത്ത മദ്രസ വളപ്പിലേക്കും കച്ചവട സ്ഥാപനത്തിലേക്കും വെള്ളം കയറി. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ദേശീയപാത കരാർ കമ്പനിയായ ശിവാലയയോ NHAI അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധ പരിപാടികൾ നടത്താനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. കരിയന്നൂർ പുത്തൂർ വീട്ടിൽ 80 വയസ്സുള്ള വർഗീസിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 10:30 കരിയന്നൂർ പാടശേഖരത്തിന് സമീപമായിരുന്നു അപകടം. പാടശേഖരത്ത് നിന്ന് സ്കൂട്ടറിൽ വളവുമായി വരികയായിരുന്ന വർഗീസിനെ ബസ് ഇടിക്കുകയായിരുന്നു. കാലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 84-85 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ മെഗാ സംഗമം സ്മൃതി ലയം 2025 സംഘടിപ്പിച്ചു. എരനല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുൻ പ്രധാനാധ്യാപകൻ P. ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൾ നാസർ അധ്യക്ഷനായി. അധ്യാപകരായിരുന്ന ജയന്തി, കല്യാണിക്കുട്ടി, ആമിന, ലളിത, KV ജോസ്, കൂട്ടായ്മ സെക്രട്ടറി MK ആന്റണി, ട്രഷറർ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് ലഭിച്ച 84-85 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന വിജയനെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് മൊമെന്റോ നൽകി അഭിനന്ദിച്ചു. വിവിധ കലാകായിക പരിപാടികളുടെ അവതരണവും ഓണസദ്യയും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ CDSന് സമഗ്ര പ്രവർത്തന മികവിനുള്ള ISO പുരസ്കാരം ലഭിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്തും കുടുംബശ്രീ ചെയർപേഴ്സൺ ഫൗസിയ ഉമ്മറും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കാര്യക്ഷമതയും ഗുണനിലവാരവുമുള്ള ഓഫീസ് സംവിധാനം, സർക്കാർ അംഗീകാരമുള്ള ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണം, CDS മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ്, ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങളോടുകൂടിയ സുസ്ഥിരവും സമഗ്രവുമായ ഓഫീസ് മികവ് എന്നിവ കൈവരിച്ചുകൊണ്ടാണ് കടപ്പുറം കുടുംബശ്രീ ISO പുരസ്കാര നേട്ടത്തിന് അർഹമായത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ TR ഇബ്രാഹിം, മെമ്പർ സെക്രട്ടറി ശ്രീകുമാർ, മറ്റു കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവരും പുരസ്കാര ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ തലേന്ന് രാവിലെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. വൈകിട്ട് 6 മണിക്ക് വിശുദ്ധന്റെ നാമധേയത്തിലുള്ള കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും, തുടർന്ന് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഉണ്ടായി. തിരുനാൾ ദിവസം രാവിലെ 6:15 വികാരി ഫാദർ ജേസൺ മാറോക്കി കാർമ്മികനായി തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങളുടെയും മൊബൈൽ, ഫ്രീസർ, ആംബുലൻസ് എന്നിവയുടെ വെഞ്ചിരിപ്പ് കർമ്മവും നടന്നു. നേർച്ച വിതരണവുമുണ്ടായി. വിൻസെന്റ് ഡി പോൾ സംഘടനാ ഭാരവാഹികളായ TV ജേസൺ, AL ജെയിംസ്, KV വർക്കി, KJ തോമസ്, PA വിൽസൺ, TV തോമസ് എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. ഹൃദയത്തിന്റെ പ്രവർത്തനം, ആരോഗ്യകരമായ ജീവിതശൈലികൾ എന്നിവയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുക എന്നതാണ് ദിനാചരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ചിട്ടയായ വ്യായാമം, പോഷകാഹാരം, മാനസികോല്ലാസം എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രിൻസിപ്പൽ ഷേബ ജോർജ് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രസംഗം, ഡാൻസ് എന്നിവയും അസംബ്ലിയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എയറോബിക് ഡാൻസും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ MR രമ്യ, അഞ്ജലി എടക്കളത്തൂർ, MG ജിജി എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂർ പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. ചെമ്മണ്ണൂർ ആശാരിപ്പടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പാരീസ് റോഡിന്റെ ആരംഭത്തിൽ സമാപിച്ചു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ, പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് ഭാരവാഹികളായ ജേസൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, NA നൌഷാദ്, സാമൂഹ്യ പ്രവർത്തകൻ KH ഇക്ബാൽ, മുൻ പഞ്ചായത്ത് അംഗം ES സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, സെബീന റിറ്റോ, പ്രാദേശിക UDF നേതാക്കളും സംസാരിച്ചു. അധികം തവണ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടും നാണമില്ലാത്തവന്റെ പറയാൻ പറ്റാത്തിടത്ത് ആല് മുളച്ചാൽ ഒരു തണലെന്ന് നിൽക്കുന്ന ഒരു ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, അതിന് ചുക്കാൻ പിടിക്കുന്ന MLAയുടെ പിടിപ്പുകേടിനെതിരെ പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കപ്പെട്ടത്. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെയായി കോമരമായിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാട് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു. മകരച്ചൊവ്വയ്ക്ക് പൂരം കൂറയിട്ടുകഴിഞ്ഞാൽ ശിവശങ്കരൻ വെളിച്ചപ്പാട് വാളും ചിലമ്പുമായി വിവിധ ദേശങ്ങളിൽ പറയെടുപ്പിനായി തട്ടകങ്ങളിൽ എത്തിയിരുന്നു. അതുവഴി ജനഹൃദയങ്ങളിൽ ഇടം നേടി. ക്ഷേത്രപാരമ്പര്യവും ഭക്തിയും വെളിച്ചപ്പാടിനെ വ്യത്യസ്തനാക്കി. പ്രായത്തിന്റെ വിഷമതകൾക്കുള്ളിലായിരുന്ന വെളിച്ചപ്പാട് ഞായറാഴ്ച രാവിലെ അമ്പലത്തിലേക്കെത്തിയാണ് വാളും ചിലമ്പും നടക്കിൽ സമർപ്പിച്ച് പദവിയൊഴിഞ്ഞത്. പദവിയൊഴിഞ്ഞ് പിറ്റേ ദിവസം സംഭവിച്ച വെളിച്ചപ്പാടിന്റെ മരണം ചാലിശ്ശേരിക്കാർക്ക് വിശ്വസിക്കാനായിരുന്നില്ല. 2023 മകരച്ചൊവ്വ ദിവസം കഴിഞ്ഞ 46 വർഷമായി ക്ഷേത്രത്തിൽ പ്രവർത്തിച്ച വെളിച്ചപ്പാടിനെ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ ശ്രീമുലയംപറമ്പത്തമ്മ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ക്ഷേത്രത്തിലേക്കെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ദേവിയുടെ പ്രതിപുരുഷനായി സങ്കല്പിച്ചിരുന്ന ആശ്വാസവാക്കായിരുന്നു വെളിച്ചപ്പാട്. പൂരനാളിൽ വിവിധ ദിവസങ്ങളിൽ രാത്രി പറയെടുപ്പിന് ഇക്കഴിഞ്ഞ വർഷവും കോമരം ശിവശങ്കരനായിരുന്നു. 4.5 പതിറ്റാണ്ടു പിന്നിട്ട സേവന ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വിശ്വാസികൾക്ക് ഭക്തിയും ആത്മസന്തോഷവും പകർന്നിരുന്നു. ദേവിയുടെ പ്രതിപുരുഷനായി വാളും ചിലമ്പുമണിഞ്ഞ് 2025 പൂരത്തിനാണ് അവസാനം ക്ഷേത്രത്തിലെത്തിയത്. മരണവിവരമറിഞ്ഞ് നിരവധി പേർ വീട്ടിൽ അന്ത്യോപചാരമർപ്പിക്കാനെത്തി. സംസ്കാരം വൈകിട്ട് 6-ന് വീട്ടുവളപ്പിൽ നടത്തി. സുഭദ്ര ഭാര്യയും സുശീല, പ്രസാദ്, പ്രവീൺ എന്നിവർ മക്കളുമാണ്. തീരദേശ ഹൈവേയുടെ പദ്ധതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പുന്നയൂർ പുന്നേർകുളം പഞ്ചായത്തിലെ കോസ്റ്റൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ ധർണ നടത്തി. തീരദേശ സംരക്ഷണ സമിതി സെക്രട്ടറി VK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. TK പ്രവീൺ, സക്കീർ, മൊയ്തീൻ, വനിതകൾ എന്നിവർ പങ്കെടുത്തു. അക്കിക്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, രാത്രി പ്രദക്ഷിണം, ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകളും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് മുഖ്യ കാർമ്മികനായി കുർബാന അർപ്പിച്ചു. ഉച്ചയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു. പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയും ഉണ്ടായി. വികാരി ഫാദർ CM എഡ്ബി, കൈസ്ഥാനി MP സണ്ണി, സെക്രട്ടറി AI രാജു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം നേതൃത്വത്തിൽ തൈക്കാട് പാട്ടുമാട്ടവും പറച്ചിലും സംഘടിപ്പിച്ചു. MM ഹൈസ്കൂളിൽ നടന്ന സാംസ്കാരിക സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ CF ജോഫി ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണമുണ്ടായി. യൂണിറ്റ് പ്രസിഡന്റ് PD ഇന്ദുലാൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി RA അബ്ദുൾ ഹക്കീം വർണ്ണക്കൂടാരം ചിത്രരചനാ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി TE ജെയിംസ് മാസ്റ്റർ, ട്രഷറർ ശങ്കരനാരായണൻ, PI ജിഫ്രു, റസാഖ് കുര്യാലിങ്കൽ, CM ഹാരിഷ്, സിജോ ലാസർ, യോഗദത്ത്, ഉണ്ണികൃഷ്ണൻ TK, നീതു തൃപ്തി, ഷക്കീല എന്നിവർ സംസാരിച്ചു. ആധുനിക കൃഷിരീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും കൃഷിഭവനും സംയുക്തമായി ഹൈഡ്രോഫോണിക്സ് കൃഷിരീതികൾക്ക് പരിശീലനം നൽകി. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂൺ ഫാം പ്രൈവറ്റ് ലിമിറ്റഡാണ് പരിശീലനം നൽകിയത്. കൃഷിഭവൻ ഓഫീസർ S ജയൻ വിശദീകരിച്ചു. പ്രിൻസിപ്പൽ A വിജയലക്ഷ്മി, ഹൈഡ്രോപോണിക്സ് ട്രെയിനർമാരായ PS രാലിക, അൻസു തോമസ്, മുഹമ്മദ് സാഹിർ, V നിമിഷ, ചിത്ര ബാലകൃഷ്ണൻ, കർഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂരിൽ തെങ്ങിൽ നിന്ന് ഓല വീണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. നെന്മിനി റെയിൽവേ ഗേറ്റ് റോഡിലാണ് അപകടം. സ്കൂട്ടറിൽ നിന്ന് വീണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ബ്രഹ്മകുളം കോടനാഴി വീട്ടിൽ 75 വയസ്സുള്ള രവീന്ദ്രനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ രാജ്യത്ത് BJP നടത്തിയ വോട്ട് കൊള്ളയ്ക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. റഹീം ആദൂർ, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PK രാമകൃഷ്ണൻ, സലാം വലിയകത്ത്, PK വിനയകുമാർ, സത്താർ ആദൂർ, MS നൌഷാദ്, ദീപ രാമചന്ദ്രൻ, MA അബ്ദുൾ മജീദ്, അബ്ദുൾ സലിം എന്നിവർ സംസാരിച്ചു. പാർക്കാടി ക്ഷേത്രത്തിൽ പുനർജനി ഗോവിന്ദ, ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റൽ, സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ഷേത്രം ഊരാളൻ ശങ്കരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് സീനിയർ സർജൻ ഡോക്ടർ ഷീല മുഖ്യാതിഥിയായി. സേവാഭാരതി പ്രസിഡന്റ് VA ദാമോദരൻ സേവാ സന്ദേശം നൽകി. മുനിസിപ്പൽ കൌൺസിലർ ഗീത ശശി, ഡോക്ടർ അഭിരാമി എന്നിവർ സംസാരിച്ചു. സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി സ്വാഗതവും ക്ഷേത്രം ഊരാളൻ സജീഷ് നമ്പൂതിരി നന്ദിയും പറഞ്ഞു. സേവാഭാരതി അംഗങ്ങളായ PA സുരേഷ്, സനൽ കാണിയാമ്പാൽ, ശങ്കരനാരായണൻ, പ്രശാന്ത്, ദിനേഷ്, രാഗി, ശിവകുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആനായ്ക്കൽ തോന്നിയാങ്കാവ് പൂര മഹോത്സവത്തോടനുബന്ധിച്ച് രാമതേയം കാണിപ്പയൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി ഔദ്യോഗികമായി നോട്ടീസ് പുറത്തിറക്കി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ചുള്ളിയിൽ വിശ്വനാഥനും സത്യഭാമ വിശ്വനാഥനും ചേർന്ന് ക്ഷേത്ര മേൽശാന്തി കൃഷ്ണരാജ് നമ്പൂതിരിക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. രാമതേയം പൂരാഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബിൻ കുന്നത്ത്, സെക്രട്ടറി ശ്രീഗുണൻ ഇലവന്ത്ര, പ്രസിഡന്റ് വിഷ്ണു, വൈസ് പ്രസിഡന്റ് അഖിൽദാസ്, കമ്മിറ്റി കോർഡിനേറ്റർമാരായ ജയ രവി കുന്നത്തുള്ളി, ശ്രീഷ്മ ബിൻ കുന്നത്ത്, സോമി രാമകൃഷ്ണൻ, ഷീല ശ്രീഗുണൻ, അനില ഇലവന്ത്ര, മുരളി തിരുത്തിയിൽ, മുകേഷ് പണ്ടിരിക്കൽ, രാമകൃഷ്ണൻ പനങ്ങാട്ട്, നികേഷ് പണ്ടിരിക്കൽ എന്നിവർ പങ്കെടുത്തു. തോന്നിയാങ്കാവ് ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി ക്ഷേത്രം സെക്രട്ടറി തിലകരാജ് തിരുത്തിയിൽ, ക്ഷേത്രം വൈസ് പ്രസിഡന്റും SNDP കാണിപ്പയൂർ ശാഖാ പ്രസിഡന്റുമായ അശോകൻ കുന്നത്ത്, ജോഷി ചൂണ്ടപുരയ്ക്കൽ, ജയപ്രകാശ് ഇലവന്ത്ര എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,715 രൂപ, പവന് 85,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 153 രൂപ. ചരമം. കുന്നംകുളം അടുപ്പുട്ടി പള്ളിനട കരുത്തിലായിൽ വീട്ടിൽ രാജൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി പള്ളി സെമിത്തേരിയിൽ നടത്തി. റൂസ്ലിയാണ് ഭാര്യ. അബി, സിബി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഉത്സവാന്തരീക്ഷം തീർത്ത് CCTVയുടെ രജത ജൂബിലി ആഘോഷം. നൃത്തസംഗീത ഹാസ്യവിരുന്നും കുടുംബസംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളും വർണ്ണാഭം. നിരവധി കുടുംബങ്ങൾ കത്താണിയായി മാറുവാൻ CCTV പോലുള്ള കേബിൾ കൂട്ടായ്മ സംരംഭങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് K രാധാകൃഷ്ണൻ MP. CCTV സിൽവർ ജൂബിലി ആഘോഷം അവിസ്മരണീയമാക്കി കലാവിരുന്ന്. നൃത്തസംഗീത പ്രകടനങ്ങളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കാഴ്ചക്കാരുടെ മനം കവർന്നു. സംഗീത വിരുന്നൊരുക്കിയത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കലാകാരന്മാർ. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറായ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. റോഡ് വീതി കൂട്ടി നിർമ്മിച്ചതിനു ശേഷം ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സെന്ററിൽ നടക്കുന്നത്. സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.